ആലപ്പുഴയിലെ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്താൻ കഴിയാതെ പോയതിൽ അന്വേഷണം തുടരുകയാണ്. ഡിഎംഒയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കുഞ്ഞിനെ പരിശോധിക്കാനെത്തി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. പരിശോധനയ്ക്കായി കുഞ്ഞിനെയും നേരത്തെ തന്നെ എത്തിച്ചിരുന്നു. അതേസമയം ഡോക്ടറുടെ വീഴ്ചയിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലേക്ക് ഇന്ന് ഡിവൈഎഫ്ഐ മാർച്ചും നടത്തിയിരുന്നു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ട്. രഘു, നേരത്തെ തന്നെ അല്ലേ കുഞ്ഞിനെ അവിടെ എത്തിച്ചിരുന്നു? കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം നൽകിയതാണ് കുഞ്ഞിനെ കൊണ്ടുവരാൻ. പരിശോധന പൂർത്തിയായിട്ടുണ്ടോ? പരിശോധനയ്ക്ക് ശേഷം ഈ പരിശോധക സംഘം ആരെങ്കിലും നമ്മളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ? ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കുഞ്ഞിനെ പരിശോധിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മണിക്കൂറോളമായി. എത്ര നേരം പരിശോധന തുടരും എന്ന് നമുക്ക് അറിയില്ല. പ്രധാനമായും കുഞ്ഞിൻ്റെ നിലവിലെ ആരോഗ്യസ്ഥിതി, അവൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ എന്തെല്ലാം ചികിത്സകളാണ് നൽകേണ്ടത് എന്നുള്ള കാര്യത്തിലാകും ആദ്യഘട്ടത്തിലുള്ളൊരു തീരുമാനമെടുക്കുക. കുഞ്ഞ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി തന്നെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാരണം കുഞ്ഞിന് മുലപ്പാൽ കുടിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഉള്ളത്. മലർത്തി കിടന്നാൽ തന്നെ കുഞ്ഞിൻ്റെ നാക്കകത്തേക്ക് പോകും എന്നുള്ളതാണ് അമ്മ പറയുന്നത്. ഒപ്പം തന്നെ കുഞ്ഞിന് കാലിനും കൈക്കുമൊക്കെ അംഗവൈകല്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ നിലവിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും, ഈ വൈകല്യങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം പരിശോധിക്കുന്നത്. മറ്റു കാര്യങ്ങൾ, അതായത് ഇതിന് ഏത് ഘട്ടത്തിലാണ് ചികിത്സാപ്പിഴവ് സംഭവിച്ചത് എന്നുള്ളൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീടായിരിക്കും അന്വേഷണത്തിലേക്ക് വരിക. ഒപ്പം തന്നെ ഈ ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണത്തിനോടൊപ്പം തന്നെ ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഈ ചികിത്സയുടെ രേഖകൾ ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഈ ആശുപത്രിയിലേക്ക് വരേണം എന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ എത്താൻ കഴിയില്ല എന്നവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പ്രതിഷേധമുണ്ടായിരുന്നു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഈ സ്വകാര്യ ലാബുകളിലേക്കാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ചെറിയ രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലെക്സ് കീറിയതുപോലെയുള്ള നേരിയ തോതിലുള്ള സംഘർഷമുണ്ടായെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ശരി, രഘുനാഥ് നാരായണ വിവരങ്ങൾ നൽകിയത്. ഉയർന്നു വന്ന പരാതി എന്ന് പറയുന്നത് ഗൗരവമുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പോകുമ്പോൾ കൃത്യമായിട്ടുള്ള നീതിയും ഉണ്ടാകട്ടെ. പ്രതിഷേധത്തിന്റെ കാഴ്ചകൾ കൂടിയാണ്, ലാബുകൾക്കൊക്കെ എതിരെ നടന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും പരിശോധന നടക്കുന്നു. ആ കുടുംബത്തിന് ആശ്വാസമേകുന്ന, അതിലൊരു വേറെ മറ്റു വാക്കുകളൊന്നുമില്ല, ആശ്വാസമേകുന്ന എന്തെങ്കിലും നടപടികൾ നമ്മുടെ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും നിർവാഹമുള്ളൂ.